സാർ ആദ്യത്തെ സിനിമ തന്നെ നമ്മുടെ മിന്നി തന്നെ ശ്രീ രാധാകൃഷ്ണൻ്റെ വർക്കാണല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ സ്വന്തമായിട്ടൊരു എഴുതുക എന്നിട്ട് അത് ഡയറക്റ്റ് ചെയ്യുക അങ്ങനെ തോന്നിയിട്ടില്ല? ഇല്ല, സ്വന്തമായിട്ട് ഈ കഥയുണ്ടാക്കാൻ ഞാൻ പലതൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും പലരുടെയും കഥയുടെ പല സ്ക്രിപ്റ്റും ഉണ്ടാക്കിയിട്ടുള്ളതല്ലാതെ ഒറിജിനലായിട്ട് ഞാൻ വളരെ പണ്ട് പഠിക്കുന്ന കാലത്തും കണ്ട് അത് ഒരു നിവൃത്തിയില്ലാതെ വല്ലതൊക്കെ എഴുതി കാണുന്നുള്ളതല്ലാതെ അതിനുശേഷം എഴുതിയിട്ടില്ല. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലരും വേണ്ടി. ഞാൻ ആത്മകഥ എഴുതിയാണെങ്കിൽ ഒരു 3-4 പേജേ വരും, അത്രയേ ഉള്ളൂ. അതെ, ഈ മനോരമയിൽ 10-25 ലക്കം വന്നല്ലോ, അത് ആത്മകഥയായിരുന്നില്ല, എൻ്റെ ചുറ്റുപാടുമുള്ള ആളുകളുടെ കഥയായിരുന്നു അല്ലേ? വായിക്കുമായിരുന്നു. അതെ, പറഞ്ഞില്ല. കാരണം നടൻ വരെ ഉള്ളതാണ് നാട്ടുകാർക്ക് അറിയാൻ പാടില്ലാത്തത്. ഈ നാട്ടുകാർക്ക് ഈ നടനായതിനു ശേഷം ഇന്ന് വരെയുള്ള കാര്യം എന്നെക്കാളും കൂടുതൽ നാട്ടുകാർക്ക് അറിയാം. പല പബ്ലിക്കേഷൻസിലും വന്നിട്ടുണ്ട്, ബുക്ക് വന്നിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. പലരും എൻ്റെ അടുത്ത് തന്നെ ഇങ്ങോട്ട് പറയാറുണ്ട്. അപ്പോൾ ഇനി എഴുതാൻ നോക്കിയപ്പോൾ ഇനി എഴുതിയിട്ടൊരു പ്രയോജനമില്ല. കാരണം അതൊരുമാതിരി എന്താ പറയുക, സർവീസ് ചേരണമെന്ന് പറയും പോലെ കേട്ട് ബോറടിച്ച കാര്യമായിരിക്കും പറയുക. ഇത് ആളുകൾക്ക് വലിയ ഇൻട്രസ്റ്റായിട്ട് കാണാൻ കാരണം ഇത് അവർക്ക് എന്നെ സംബന്ധിച്ച് അവർക്ക് അറിയാൻ പാടില്ലാത്ത സംഭവങ്ങളായിരുന്നു. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് അവർക്ക് അറിയാൻ പാടില്ലാത്ത സംഭവം ഒന്നുമില്ല. അപ്പോൾ ഞാൻ എന്താ എഴുതുക? ഇല്ല, അത് കാരണം അത് തോന്നണില്ലേ. ഇപ്പോൾ തന്നെ നിങ്ങളടുത്ത് പറയാൻ നേരത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഒരുമാതിരി റിപ്പീറ്റ് ചെയ്യണം, ബോറടിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. ഇപ്പോൾ കേട്ടിട്ടില്ലേ, പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുന്നത്. സാറിൻ്റെ തന്നെ കാഴ്ചകൾ ഉണ്ടാവുമല്ലോ, അത് ഒരേ കാര്യം മറ്റൊരാൾ കാണുമ്പോൾ അല്ലല്ലോ, ഉള്ളിലുള്ള ഒരാൾ കാണുന്നത്. ഒരു നടൻ എന്ന നിലയ്ക്ക്, ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക്, ഒരു പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് അകത്ത് നിന്ന് കാണുന്ന ഒരു കാഴ്ച വേറെയാണ്. ഇല്ല, വലിയ കാഴ്ചയൊന്നുമില്ല, എന്നും ഒരു കാഴ്ച തന്നെയായിരുന്നു. അല്ല, അത് വന്നിട്ടുണ്ട്. സർവ്വ പത്രത്തിലും ബുക്കിലും മാഗസീനിലും ഒക്കെ വന്നിട്ടുണ്ട്, ഇതെല്ലാം വന്നിട്ടുണ്ട്. നേരത്തെ ചോദിക്കാൻ വിട്ടുപോയൊരു കാര്യം, സാറിൻ്റെ ഫേവറേറ്റ് നടി ഞാൻ ചോദിച്ചു, ഫേവറേറ്റ് ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചില്ല. എൻ്റെ ഫേവറേറ്റ് ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചാൽ വിൻസെൻ്റ് മാസ്റ്റർ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ള ഡയറക്ടറാണ് രാമു കാര്യേട്ടൻ. എന്നെ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്ന് മാത്രമല്ല, ഈ ഗബാ സാഹിബിൻ്റെ പടത്തിലേക്ക് എന്നെ റെക്കമെൻഡ് ചെയ്തതും കാര്യമായിട്ടായി. ആദ്യത്തെ കുറച്ച് ഒഴിച്ച് പിന്നെ അധികം ആർട്ട് ഹൗസ് മൂവീസിലേക്ക് പോകാത്തതാണോ സാറ്? ഇല്ല, അത് വിളിച്ചതിന് പോയി എന്നുള്ളതല്ലാതെ ഈ ആർട്ട് കമേഴ്സിൽ നിന്ന് നോക്കിയിട്ട് ഞാൻ ഇതുവരെ അഭിനയിക്കാൻ പോയിട്ടില്ല. അന്ന് അങ്ങനെ ഒരു ക്ലിയർ ഡിവൈഡ് ഉണ്ടായിരുന്നു? ഇല്ല, അന്ന് ഇതിനേക്കാളും ഉണ്ടായിരുന്നുള്ളതിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു. ഒന്നുമില്ല, അതല്ലേ പറ്റി. എന്തെല്ലാം ആഗ്രഹിച്ചോ അതെല്ലാം ഒരു 50 വയസ്സായപ്പോഴും എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ചെയ്യാനായിട്ട് മോഹിച്ചതെല്ലാം ഒരു 50 വയസ്സ് കഴിഞ്ഞപ്പോഴേ കിട്ടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞൊരുമാതിരി ഞാനൊരു മുന്നിന് കൊള്ളാത്തവനായിപ്പോയി. അതേ കുറേ കൂടുതൽ അംബിഷ്യസ് ആയിരുന്നെങ്കിൽ ഇപ്പോഴും ആക്റ്റീവായിരുന്നു തന്നെ. റീമേക്സിൻ്റെ കാലഘട്ടമാണ് ഇപ്പം. ഭാർഗവി നിലയത്തിൻ്റെ ആണെങ്കിലും പിന്നെ ഓളവും തീരവും. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം സാറ് പറഞ്ഞു മറ്റേ അതിൽ പറ്റിപ്പോയ പിശകിൻ്റെ കാര്യം സാറ് പോയിന്റ് ഉണ്ട്. അപ്പം എങ്ങനെയൊക്കെ ആയിരിക്കണം ഈ പഴയ സിനിമകളൊക്കെ എടുത്ത് റീമേക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ആയിരിക്കണം ഒരാൾ ശ്രദ്ധിക്കേണ്ടത്? ഇല്ല, അതിപ്പോൾ ഞാൻ അതിന് ഇനി അത് അവർ വേണ്ടി പറയാൻ ഞാനെന്താ പറയാം. ഇപ്പം ഞാൻ ഇവരെടുത്ത് അവസാനം പറഞ്ഞ് റീമയും മറ്റേ അവിടെ വന്നു എന്ന് പറഞ്ഞില്ലേ. ഞാൻ നിങ്ങളിപ്പോൾ നിങ്ങൾ ഈ പടം എടുത്തുകൊണ്ട് പ്രയോജനം ഉള്ളത് പഴയ പടത്തിനാണ്. ഇത് കാണുന്നവരെല്ലാം മറ്റേത് കാണും എന്നാ ഞാൻ പറഞ്ഞു അവരെടുത്ത്. ചെമ്മീൻ വലിയ പാടാണ് റീമേക്ക് ചെയ്യാനായിട്ട്. അത് ബോറാണ്. അത് എടുത്ത ആളും അങ്ങനെ തന്നെ ഒരു കാര്യമായിട്ട് എടുത്തല്ല, വെറുതെ കാര്യം എടുത്തു എന്നുള്ളത്. അത് ചെമ്മീൻ എന്ന് പറഞ്ഞ സാധനം അതിൽ കൂടുതൽ നന്നായിട്ട് എടുക്കാൻ ഒക്കില്ല. അത് അപ്പോൾ എന്തിനാ ട്രൈ ചെയ്യുക, വെറുതെ ശ്രമിക്കാൻ പോയിട്ടുള്ള കാര്യം എന്താ? ഇയാളെ ഇത് വരികുരുടെ പ്രേമം എന്ന് പറഞ്ഞാൽ സിനിമയിലുള്ള പ്രേമമല്ല, ഈ ഭഗവത്ഗീതയിലെ എന്തെന്ന് പറയാൻ കർമ്മയോഗമാണ്. അയാളുടെ കർമ്മമാണ് പ്രേമിക്കുക, വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ബാക്ക്. അങ്ങനെയുള്ള ഹീറോസ് വരെ വന്നിട്ടില്ല. അതാണ് പരികുട്ടിയുടെ ട്രംപ് കാർഡ്. അതെ അതുകൊണ്ട്
നിഷ്കാമ കാമുകൻ. തിരിച്ചൊട്ട് പ്രതീക്ഷിക്കാതെ. അതെ അതെ. അയാൾ എനിത് പറയാനുണ്ടല്ലോ, നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ പാടി പാടി ചങ്ക് പൊട്ടിച്ചാകും. ഈ ചങ്ക് പൊട്ടിച്ചാകാൻ വേണ്ടി പാടുമെന്നല്ല പറഞ്ഞേ, ഞാൻ പാടി പാടി ഈ ചങ്ക് പൊട്ടിയായിരിക്കും 120 വയസ്സിലാണെങ്കിലും ചാവുന്നതെന്നാണ് പറഞ്ഞത്. ഈ പാടി ഈ പാടിപ്പാട് അതാണ് ദാറ്റ് ഇസ് ഹിസ് അസുഖം. അങ്ങനെ പാടി ചാവും. അല്ല ചാകാൻ വേണ്ടി ഞാൻ പാടുമെന്നല്ല പറഞ്ഞേ. പരീക്കുട്ടിയാണോ സാറിൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ സാർ ചെയ്തതിൽ? അല്ല, എനിക്കത് വലിയൊരു അത്ഭുതമാണ്. കാരണം ഞാൻ വലിയ എഫർട്ടൊന്നും എടുക്കാതെ ചെയ്യാൻ സാധിച്ചൊരു ഫേവറേറ്റ് ക്യാരക്ടർ അല്ല, ഫേവറേറ്റല്ല, എൻ്റെ മോസ്റ്റ് സക്സസ്ഫുൾ ക്യാരക്ടർ എന്ന് പറയാം. വളരെ എഫർട്ടൊന്നും എടുക്കേണ്ടി വന്നില്ല അതിന്, വളരെ ഈസിയായിട്ട് ചെയ്തൊരു ഇതായിരുന്നത്. ഒന്നാമത് ഈ നോവൽ 2, 3, 4, 5 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് വായിച്ചുകൊണ്ട് ക്യാരക്ടർ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ എളുപ്പമുണ്ടായിരുന്നു. ഓരോ ഷോട്ടിൽ നിർദ്ദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്കുള്ളതിന് വിരുദ്ധമായിരുന്നില്ല. സോ ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ഹിം ആൻഡ് ഹി കുഡ് അണ്ടർസ്റ്റാൻഡ് മീ ഓൾസോ. ഏതെങ്കിലും തരത്തിലൊരു ക്ലാഷ് ഉണ്ടായിരുന്നു? കാരണം 2 ഹീറോസാണ് സാറിൻ്റെ. ചെറിയ റോളെന്ന് പറയുകയാണെങ്കിൽ ശരിക്കും 2 ക്ലാഷിന് ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞ 2 ക്യാരക്ടേഴ്സ് തമ്മിൽ, മറ്റേ ക്യാരക്ടറാണോ പ്രോമിനൻ്റ് അല്ലെങ്കിൽ ഈ ക്യാരക്ടറാണോ, അങ്ങനെ ഒരു ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ട് വഴിക്കല്ലേ. സിനിമ കണ്ടാൽ ഒരു പക്ഷേ സത്യൻ വില്ലനാണോ എന്ന് തോന്നും. അതെ, കാരണം ആരാണ് അതിൽ നായക കഥാപാത്രമെന്ന് സാറിനെ പറഞ്ഞു. ചെറിയ ക്യാരക്ടറാണ് എൻ്റേത്, സത്യൻ്റെയാണ് നായകനെന്ന് രാമുകാരായിട്ട് പറഞ്ഞെങ്കിലും പക്ഷെ നമുക്ക് രാമുകാരായിട്ട് അങ്ങനെ പറഞ്ഞില്ല. അല്ല, അത് മറ്റേ എൻ്റെ ആദ്യത്തെ പടത്തിൻ്റെ കാര്യം പറഞ്ഞു. മറ്റേതിൻ്റെ കാര്യം, മൂടുപടത്തിൻ്റെ കാര്യം. പക്ഷെ ഇതിൽ ഈ പറയുന്ന പോലെ 2 ഇമ്പോർട്ടൻ്റ്, 2 ഇമ്പോർട്ടൻ്റ്, 2 പേര് 2 തരം നായകന്മാരായിട്ടുള്ളൊരു. ഈ ചെമ്മീൻ റിലീസായതിനു ശേഷം സാറ് തിയേറ്ററിൽ പോയി അത് കണ്ടായിരുന്നു? എല്ലാവരും കണ്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു? അന്ന് വലിയ നല്ല റിസപ്ഷൻ ആയിരുന്നില്ലേ. സാറിൻ്റെ അന്നത്തെ കോ ആക്ടേഴ്സുമായിട്ട് ഇപ്പോഴും സംസാരിക്കാറൊക്കെ ഉണ്ട്, ടച്ചിലുണ്ടോ ഇപ്പോഴും? അന്ന് കോ ആക്ടേഴ്സ് കുറച്ച് പേരെ 1-2 പേരേ ഉള്ളൂ. അല്ലേ, ഷീലയോ ശാരദയോ? ഷീല വന്നിരുന്നു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് വന്നിരുന്നു.